ഏതൊരു ബലാത്സംഗ കേസുകളും പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയായാൽ ഉടൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കാണുന്ന പതിവ് രീതിയാണ് അവൾ കരയുന്നില്ലല്ലോ, ചിരിക്കുന്നുണ്ടല്ലോ, അടിപൊളിയായി നടക്കുന്നല്ലോ, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നൊക്കെ. അത്തരക്കാർക്കുള്ള മറുപടിയാണ് ബോംബെ ഹൈക്കോടതി തെഹൽക്ക സ്ഥാപകൻ തരുൺ തേജ്പാലിനെ ശിക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്. ബലാത്സംഗ കേസുകളിൽ പെർഫെക്റ്റ് വിക്ടിം എന്നത് ഒരു മിഥ്യയാണെന്ന കോടതിയുടെ കണ്ടെത്തൽ അഭിനന്ദനാർഹമാണ്. ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകൾ ചിരിക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ സൗഹൃദങ്ങൾ പങ്കിടാനോ ഒന്നും പാടില്ല എന്നതാണ് അലിഖിത നിയമം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പിന്നെ യാതൊരു നീതിക്കും അർഹരല്ല എന്നാണ് സമൂഹത്തിന്റെ വിധി. എന്നാൽ ബോംബെ ഹൈക്കോടതി അത് കൃത്യമായി വിവരിച്ചിരിക്കുന്നു. 2013 ബലാത്സംഗ കേസിൽ മാധ്യമപ്രവർത്തകൻ തരുൺ തേജ്പാലിന് ബോംബെ ഹൈക്കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചത് വിചാരണ കോടതിയുടെ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളെ പൂർണ്ണമായും തള്ളിയാണ്. ലൈംഗികാതിക്രമത്തിനിരയായ ഒരാൾ ഒരു സാധാരണ രീതിയിൽ പെരുമാറുന്നത് തെറ്റായി പോയെന്ന വിചാരണ കോടതിയുടെ നിലപാടിനെ ജസ്റ്റിസ് നീല ഗോഖലെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇര ഒരു പൂർണ്ണതയുള്ള ഇരയായിരിക്കണം, അപ്പോൾ മാത്രമേ കോടതികൾക്ക് അവളുടെ കഷ്ടപ്പാടിന്റെ കഥകൾ വിശ്വസിക്കാൻ കഴിയൂ എന്ന വിചാരണ കോടതിയുടെ നിലപാടിനെ അംഗീകരിക്കാനാവാത്തതാണ്. ഒരു ബലാത്സംഗ കേസിലെ ഇര പൂർണ്ണമായ ദുർബലയും നിഷ്ക്രിയത്വവും പ്രകടിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ അവരെ വിശ്വസിക്കുകയും സഹതാപം കാണിക്കുകയും നിയമസാധുത നൽകുകയും ചെയ്യൂ എന്നത് അംഗീകരിക്കാവുന്നതല്ല. തേജ്പാലിനെതിരെ പരാതി ഉന്നയിച്ച ഇര വിദ്യാസമ്പന്നയായ ഒരു യുവ പത്രപ്രവർത്തകയാണെന്നും തിരഞ്ഞെടുത്ത തൊഴിലിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെന്നും സാമ്പത്തികമായി സ്വതന്ത്രയാണെന്നും ഹൈക്കോടതി എടുത്തു പറയുന്നുണ്ട്. കോടതിക്കോ പ്രതിക്കോ അവർ എങ്ങനെ പ്രതികരിക്കണമെന്നോ ആഘാതം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ തീരുമാനിക്കാൻ കഴിയില്ല. സ്ത്രീകൾ വ്യത്യസ്ത രീതികളിലാണ് ഇത്തരം ആഘാതങ്ങളെ നേരിടുന്നത്. സംഭവത്തിന് ശേഷമുള്ള പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരയുടെ സാക്ഷ്യം തള്ളിക്കളഞ്ഞാണ് വിചാരണ കോടതി തേജ്പാലിനെ 2021 കുറ്റവിമുക്തനാക്കിയത്. ഇത്തരം കേസുകളിൽ ക്രോസ് വിസ്താരം നടക്കുമ്പോൾ ഇരകളെ വീണ്ടും വീണ്ടും അപമാനിതരാക്കുന്ന തരത്തിലാകുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ. തേജ്പാലിന്റെ കേസിലും ഇരയുടെ ടെക്സ്റ്റ് സന്ദേശങ്ങൾ, ഇമെയിലുകൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്വകാര്യ ജീവിതം പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടു എന്ന് കോടതി എടുത്തു പറയുന്നു. ഒരു പാർട്ടിയിൽ ഇര ഒരു ഗ്ലാസ് വീഞ്ഞുമായി നിൽക്കുന്നതായി കാണിച്ച ചിത്രവും തെഹൽക്കയുടെ പരിപാടിയിൽ ഹോളിവുഡ് സെലിബ്രിറ്റിയോടൊപ്പം നിൽക്കുന്നതായി കാണിച്ച മറ്റൊരു ചിത്രവുമൊക്കെ തേജ്പാലിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിക്കാണിച്ചിരുന്നു. സംഭവത്തിന് ശേഷമുള്ള ഇരയുടെ പെരുമാറ്റം കമ്പനിയുടെ പരിപാടിയിൽ നിന്ന് പുറത്തു പോകാതിരിക്കുകയും ശാന്തമായി പരിപാടിയിൽ പങ്കെടുക്കുകയും ഗോവയിൽ തന്നെ തുടർന്നതുമൊക്കെ അവൾക്ക് ആഘാതമില്ല എന്നാണ് വ്യക്തമാക്കുന്നത് എന്നതായിരുന്നു അഭിഭാഷകന്റെ വാദം. എന്നാൽ ഇരയ്ക്കെതിരെ അധാർമിക സ്വഭാവം ആരോപിക്കപ്പെട്ടാലും അത് പ്രതിക്ക് ബലാത്സംഗം ചെയ്യാനുള്ള ഒരു അവകാശവും നൽകുന്നില്ല എന്നത് സുസ്ഥിരമായ നിയമമാണെന്ന് കോടതി ഊന്നിപ്പറയുന്നു. ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകളിൽ പലരും കടുത്ത മാനസികാഘാതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സമൂഹം എന്ത് കരുതുമെന്ന ഭയവും കുറ്റബോധവും അവരെ മാനസികമായി തളർത്താറുണ്ട്. എന്നാൽ ചിലരെങ്കിലും അതിനെ അതിജീവിക്കുന്നവരുണ്ട്. അവരെ അതിജീവിത എന്ന പേരിട്ട് വിളിക്കുന്നതോടൊപ്പം ബോംബെ ഹൈക്കോടതിയുടെ പോലെ നിലപാടുകൾ പറയുന്ന ഭരണഘടനാ കോടതികളും ഉണ്ടാകേണ്ടതുണ്ട്.